ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേതും ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. എഴുന്നേറ്റു ചായ ഇടാൻ പോവാണ്. അപ്പോൾ ചായ ഇടാൻ പോകാനായിട്ട് അടുപ്പത്തിൽ തന്നെ ഞാൻ ചായ ഇടാനുള്ള പാത്രവും സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇച്ചിരി പഞ്ചസാരയൊക്കെ കുറവായിപ്പോയി, അതൊക്കെ ഇനി വാങ്ങിക്കണം. ചായക്കൊരൽപ്പം ടേസ്റ്റ് വ്യത്യാസം തലേദിവസം ഇട്ടപ്പോഴേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏലക്ക ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ഏലക്ക ഇട്ടിട്ടുള്ള ചായയായിരുന്നു. കാരണം ഞാൻ 2 ദിവസമായിട്ട് പാല് വാങ്ങി വെച്ച് കാച്ചിയാണ് പാലെടുക്കുന്നത് കേട്ടോ. എങ്കിൽ മാത്രമേ എനിക്ക് അതൊന്ന് എടുത്ത് നെയ്യൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൽപ്പാട എടുത്ത് ഞാൻ നെയ്യ് ഉണ്ടാക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസമേ തിളപ്പിച്ച് ഫ്രിഡ്ജിനകത്ത് വയ്ക്കും. പക്ഷേ എന്ത് പറ്റിയെന്ന് അറിയില്ല, പാലിനൊരു ചെറിയ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാലിൽ ഏലക്കയൊക്കെ ഇട്ടാണ് ഇന്ന് ഏലക്ക ചായന് കുടിച്ചത് കേട്ടോ. അപ്പോൾ രാവിലെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു. ഇത് തലേ ദിവസം ഞാൻ അരച്ച് വെച്ചതായിരുന്നു കേട്ടോ. അതുമൊക്കെ എടുത്ത് വെച്ചു. ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോലിയാണ് ചെടികൾക്ക് വെള്ളം ഒഴിക്കുക എന്നുള്ളത്. ഞാൻ എൻ്റെ വീട്ടിലായിരുന്ന സമയത്ത്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വീട്ടിലായിരുന്ന സമയത്ത് ഞാൻ ഒരുപാട് ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ എനിക്കിവിടെ സമയം കിട്ടുന്നത് കൊണ്ട് തന്നെ കുറേ ചെടികളൊക്കെ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കുറേ വാങ്ങി വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. കുറേയൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെല്ലാത്തിനും ചെടികൾക്കെല്ലാം വെള്ളമൊക്കെ ഒഴിച്ചു. ഇത് അപ്പവും മുട്ടക്കറിയായിരുന്നു കേട്ടോ കഴിച്ചത്. അപ്പോൾ ഞാനും എബിയും കൂടെ ഒരുമിച്ചായിരുന്നാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ എബി ടി വിയൊക്കെ കണ്ട് പുറത്തിരുന്നാണ് ഹാളിൽ തന്നെ ടി വിയൊക്കെ കണ്ടിരുന്നു. ഞാൻ അകത്ത് തന്നെയായിരുന്നു കേട്ടോ ഇരുന്നത്. പിന്നെ രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞു. മെഴുക്ക് പുരട്ടി വെച്ചു, മീൻകറി വെച്ചു, പിന്നീട് അടുത്തതായിട്ട് വെച്ച് തോരൻ വെച്ചു, പിന്നെ മീൻ വറുത്തത് വെച്ചു. ഇതെല്ലാം വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ഒന്ന് ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് നിന്ന് കേട്ടോ. എൻ്റെ സ്വന്തം വണ്ടി തന്നെയാണ്, ഞാൻ ഉരുട്ടി പഠിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു വണ്ടി പഠിക്കാനും വണ്ടി എടുക്കാനും. പക്ഷേ എനിക്കിപ്പോഴും മെയിൻ റോഡിൽ ഓട്ടിക്കാൻ ഇച്ചിരി ഇപ്പോഴും പേടിയാണ് കേട്ടോ. ആ പേടി കാരണം ഞാൻ ഇതുവരേക്കും മെയിൻ റോഡിലോട്ട് ഇറക്കി എൻ്റെ വണ്ടി ഓടിച്ചിട്ടില്ല. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ റോഡിലിട്ട് ഞാൻ ഒരുപാട് വണ്ടി ഓടിക്കും. പക്ഷേ എനിക്ക് മെയിൻ റോഡിലോട്ട് പോകാൻ ഭയങ്കര പേടിയാണ്. ഇനി അതൊക്കെ പഠിക്കണം. മെയിൻ റോഡിലോട്ടൊക്കെ ഒന്ന് കൊണ്ടുപോകണമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഉച്ച ചോറൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ആ സമയമായപ്പോൾ ചേട്ടൻ വന്നു. ചേട്ടൻ വന്നതിന് ശേഷം കടയിലോട്ട് പോയി കേട്ടോ. ബീനയുടെ കടയിലോട്ട് പോയി പാലെടുത്തു. പിന്നെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. നാളെ പള്ളിയിൽ പോകുന്നതുകൊണ്ട് തന്നെ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റൊക്കെ വാങ്ങിയതാ. ആ സമയത്ത് സ്നേഹയും ആദുവൊക്കെ വന്നു കേട്ടോ. ആദുവിനെ ട്യൂഷനൊക്കെ കൊണ്ടാക്കിയിട്ട് അവനെ വിളിച്ചുകൊണ്ട് വന്നു. പിന്നെ ഈ ചെടി ഞാൻ നട്ടുപിടിപ്പിച്ചതാണ്. അത് എബി തന്നെ ബാക്കിലോട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ അവന് ഗാർഡൻ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അവൻ തന്നെ പുറത്തോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ വള്ളിപ്പയറിൻ്റെ 2 തൈ. അത് നട്ട് നന്നായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ ബാക്കിലോട്ടൊന്ന് പിഴുത് നട്ടു. തൊട്ടടുത്ത് തന്നെ ഇന്ന് കുറച്ച് വള്ളിപ്പയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് 2-3 വിത്തെടുത്ത് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. തോരൻ വെച്ച സമയത്ത് അതൊന്ന് തന്നെ 2-3 വള്ളിപ്പയറിൻ്റെ വിത്തെടുത്ത് ഞാൻ മാറ്റി വെച്ചു. അതെടുത്തിട്ട് വിത്ത് പാകി വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ പോയി നോക്കിയപ്പോൾ അത് ചെറുതായിട്ട് പൊടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ കുറേ ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്. പിന്നീട് വേറൊരു ചെടി, അതായത് ഉള്ളി നടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിലെടുത്തിട്ട്, ബോട്ടിലെന്ന് വെച്ചാൽ നമ്മുടെ പെയിൻറ്റിൻ്റെ ഒരു പാട്ടയാണ്. അത് വെച്ചിട്ട് ഞാൻ അടുത്ത് ഉള്ളി നടാമെന്ന് വിചാരിച്ച് വെച്ച് കേട്ടോ. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ കുളിക്കാനൊക്കെ പോയി. തുണി അലക്കാൻ ഉണ്ടായിരുന്നു. തുണി അലക്കി ടെറസിൽ കൊണ്ടിട്ട് കേട്ടോ. സാധാരണ എപ്പോഴും ചേട്ടൻ പറയും താഴെ തന്നെ ഇട്ടാൽ മതി എന്ന് പറയും. പക്ഷേ താഴെ ഇടാൻ എനിക്കത് ഇഷ്ടമാണ്. എനിക്ക് തുണി നന്നായിട്ട് ഉണങ്ങണം. അതിന് എന്തായാലും ടെറസിൽ തന്നെ ഇടണം. താഴെ ആകുമ്പോൾ ചേട്ടനും എബിയൊക്കെ അവരുടെ ഡ്രസ്സൊക്കെ താഴെയാണ് ഇടുന്നത്. എൻ്റെ ഡ്രസ്സെല്ലാം ഞാൻ അതുകൊണ്ട് തന്നെ മുകളിൽ ടെറസിലാണ് കൊണ്ടിടുന്നത്. അതും കഴിഞ്ഞ് നേരെ താഴോട്ട് വന്നു. അപ്പോഴത്തേക്ക് തന്നെ ഇരുട്ടാറായി കേട്ടോ. പിന്നെ ചായ ഇടാൻ വേണ്ടി നിന്ന് കേട്ടോ. തൊട്ടടുത്ത് തന്നെ ഞാൻ അന്ന് കൊണ്ടുവന്ന പാലൊന്ന് കാച്ചി വയ്ക്കാൻ നിന്നു. മുമ്പാണ് ഞാൻ 2 ദിവസത്തെ പാൽ ഒരുമിച്ചായിരിക്കും കാച്ചി വയ്ക്കുന്നത്. ഇതിപ്പോൾ രാവിലെ തന്നെ അങ്ങനെ ഒരു അമിളി പറ്റിയത് കൊണ്ട് തന്നെ അന്നുള്ള പാല് കാച്ചി വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പാലിനൊരു ടേസ്റ്റ് വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് കോഫി ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ കോഫിക്ക് വളരെ കളറൊന്നും ഉണ്ടായിരുന്നില്ല. ടേസ്റ്റ് ഉണ്ടായിരുന്നു,
കളർ കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ വാഴയ്ക്കപ്പവും വേറെ എന്തോ ഒന്ന് കഴിക്കാൻ വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. അതൊക്കെ ആയിട്ടാണ് ഞങ്ങളിന്ന് ചായയൊക്കെ കുടിച്ചു. പിന്നെ പത്രമൊക്കെ വായിച്ച് കുറേ നേരം വരെ ഇരുന്നു. പിന്നെ എൻ്റെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ മെഹന്തി ഇടുക എനിക്ക് പണ്ട് തൊട്ടേ ഭയങ്കര ഇഷ്ടമാണ്. ശനിയാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ മെഹന്തി ഇടുക, പിന്നെ ക്യൂടെക്സ് ഇടുക. ഇത് എൻ്റെ മെയിൻ പരിപാടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കൂടെയാണ്. അതുകൊണ്ട് തന്നെ അത് രണ്ടും ഞാൻ ഇടാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ഇട്ട് വന്നപ്പോൾ തന്നെ 1.5 മണിക്കൂർ എടുത്തു. കയ്യിലെ അകവും പുറവും ഒക്കെ ഞാൻ മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ചു, കിടന്നുറങ്ങി. അത്രയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ. പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ എൻ്റെ ഡെയിലി ഒരു റൊട്ടീനാണ് ഞാൻ കാണിച്ചത് കേട്ടോ. ഇന്നത്തെ ദിവസം ഇങ്ങനെയായിരിക്കും, നാളെ ഇനി എങ്ങനെയാണെന്ന് നാളെ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനലായിട്ട് ഞാൻ ഇട്ടൊരു മെഹന്തി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.